സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ക്രൂരതയെക്കുറിച്ച്, കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ച് എന്തായാലും നിയമസഭയിൽ തുറന്ന ഒരു ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്ന സാഹചര്യമാണല്ലോ. സർക്കാരിന് മുന്നിലേക്ക്, ആഭ്യന്തര വകുപ്പിന് മുന്നിലേക്ക് എങ്ങനെയൊക്കെയാണ് പോലീസ് അധികാരപ്രയോഗം നടത്തുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർക്ക് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനം. വിവാഹ വീഡിയോ ചിത്രീകരിച്ചതിന്റെ മുഴുവൻ പണവും ആവശ്യപ്പെട്ടതിന് വീഡിയോഗ്രാഫറായ ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി സ്വദേശി മുകേഷിനാണ് മർദ്ദനമേറ്റത്. വീഡിയോ നൽകുന്നില്ല എന്ന CPO അനന്തകൃഷ്ണന്റെ പരാതിയിലാണ് വൈക്കം പോലീസിന്റെ ക്രൂരത. ജൂലൈ 27-നായിരുന്നു സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മുകേഷിനെ മർദ്ദിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നതിന് മുൻപ് മുകേഷിനെ CPO അനന്തകൃഷ്ണൻ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ന്യൂസ് 18 ലഭിച്ചു. നമുക്കാദ്യം ആ ശബ്ദ സന്ദേശം കേൾക്കാം. പക്ഷെ ഞാൻ അടുത്ത മാസം പാസിംഗ് ഔട്ട് കഴിഞ്ഞിറങ്ങും. ഞാൻ ഇപ്പൊ ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കുന്നതിന്റെ മെയിൻ കാരണം, ഈ ഒരു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവീസിലേക്ക് കയറുക. പിന്നെ നീ വെച്ച് വൈകുവാണെങ്കിൽ ഞാൻ അതിൻ്റെതായിട്ടുള്ള വഴി ഞാൻ നോക്കും. ഇപ്പൊ തന്നെ 1 വർഷം നിനക്ക് തന്നെ അറിയാം, ഞാൻ നിന്നോട് മാന്യമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ, മാന്യമായിട്ടേ ചെയ്തിട്ടുള്ളൂ. നീ ഇതുവരെ 1 വർഷം കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഇത് തരാനുള്ള ഒരു മനസ്സ് നീ കാണിച്ചിട്ടില്ല. ഈ എഡിറ്റിംഗ് ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, നീ ഇനി ഇത് വൈകി കഴിഞ്ഞാൽ അടുത്ത മാസം കഴിഞ്ഞാൽ കളി മാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ മര്യാദ പറഞ്ഞു, ഞാൻ അടങ്ങിയിരിക്കുന്നതിന്റെ മെയിൻ കാരണം, ഞാൻ ഇവിടെ പാലക്കാടാണ്, ഇവിടെ സാറന്മാരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുത്ത മാസം കഴിഞ്ഞാൽ എനിക്കൊന്നും നോക്കാനില്ല, നീ ഓർത്തോ. നെഞ്ചിന് മർദ്ദനമേറ്റ മുകേഷ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളും ന്യൂസ് 18 പുറത്തുവിടുന്നു. പോലീസ് ക്രൂരത ന്യൂസ് 18നോട് മുകേഷ് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുകേഷിന്റെ വാക്കുകളിലേക്ക്. പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ച് നിരവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ചേർത്തല തൈക്കാട്ടുശ്ശേരി സ്വദേശി മുകേഷാണ്. മുകേഷ് അനന്തകൃഷ്ണൻ എന്ന CPOയുടെ വിവാഹം ഷൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസിന്റെ മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് ഈ ചെറുപ്പക്കാരൻ നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. അതായത് അനന്തകൃഷ്ണന്റെ വിവാഹത്തിന്റെ വീഡിയോഗ്രാഫിയുടെയും എന്തിന്റെയൊക്കെ ചാർജ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? എനിക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ആൻഡ് സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എത്ര രൂപയ്ക്കായിരുന്നു ഈ കരാർ ഏർപ്പെട്ടിരുന്നത്? ഒരു 1,24,000 രൂപ നമ്മൾ കോട്ട് ചെയ്താണ് നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത് ആർദ്രയുടെ ഫാമിലിയാണ്, അതായത് വധുവിൻ്റെ ഫാമിലിയാണ് നമ്മളെ വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വിവാഹം കൂടി കവർ ചെയ്യണം എന്നുള്ള ഒരു സജഷൻ നമുക്കുണ്ടായി. നമ്മളത്, അതായത് വധുവിന്റെയും വരന്റെയും വിവാഹം കവർ ചെയ്യുന്ന ഉത്തരവാദിത്തം നമുക്കായിരുന്നു. അത് നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നു. ചില നിസ്സാര കാരണങ്ങൾ കൊണ്ട് അവർ പേയ്മെന്റ് തരില്ല എന്ന് പറയണ്ടായി. എന്തായിരുന്നു ആ കാരണങ്ങൾ? അവർ പറയുന്നത് വെൽക്കം ബോർഡില്ലായിരുന്നു, അങ്ങനെയുള്ള ചെറിയ തിങ്സ് ആയിരുന്നു. അത് വിവാഹത്തിന് മുമ്പ് വധുവിന്റെ ആൾക്കാർ ആ വേദി പരിശോധിച്ചപ്പോൾ അവരത് പറഞ്ഞിരുന്നില്ലേ ഈ റിക്വയർമെന്റ്സ്? അതെ, റിക്വയർമെന്റ്സ് പറഞ്ഞിരുന്നു. അവർക്ക് നമ്മൾ വേണ്ട കോമ്പൻസേഷൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ നമ്മളൊരു 10,000 രൂപയോളം കുറച്ച് തരാമെന്ന് അത് അവർ ബാർഗെയിൻ ചെയ്തു. നമ്മളത് കുറച്ച് കൊടുത്തിട്ട് പോലും നമുക്ക് ബാലൻസ് പൈസ അവര് വധുവിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് തരാൻ തയ്യാറായില്ല. ഈ 1.5 ലക്ഷം രൂപയിൽ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടി? ആദ്യം നമുക്ക് 10,000 രൂപ ബുക്കിംഗ് അഡ്വാൻസ് ആണ് നമുക്ക് തന്നത്. 10,000 രൂപ ബുക്കിംഗ് അഡ്വാൻസ് തന്നതിൽ ആ 10,000 രൂപ ബുക്കിംഗ് അഡ്വാൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കിന് ശേഷം ഒരു 15 രൂപ കൂടി നമുക്ക് തന്നു, 15,000 രൂപ കൂടി തന്നതിന് ശേഷം പിന്നെ ഒരു നോ റെസ്പോണ്ടാണ് അവർ. അതിനെ സംബന്ധിച്ച് അവരെ ബന്ധപ്പെട്ടപ്പോൾ എന്ത് മറുപടിയാണ് തന്നത്? അവർ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് സാധനം വേണ്ട, ബ്രൈഡ് ഓവർ ലാഫിംഗ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ താല്പര്യമില്ല, ഞങ്ങൾക്ക് ആൽബം വേണ്ട, ബാലൻസ് പേയ്മെന്റ് തരാൻ ഉദ്ദേശിച്ചില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വധുവിന്റെ വീട്ടുകാരാണോ? വധുവിന്റെ ആരാണ് പറയുന്നത്? അച്ഛനാണ് പറയുന്നത്, വീട്ടുകാരാണ്. അദ്ദേഹമാണ് ഈ വർക്ക് നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അച്ഛൻ എന്ന ആള് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. വർക്കിന് ശേഷമാണ് ഈ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് കോൾ ചെയ്യുകയും പൈസ തരില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ആദ്യം നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത ആരാണ്? വധുവിന്റെ അമ്മയാണ്. അവരാണ് നമുക്ക് അനന്തകൃഷ്ണനുമായിട്ടുള്ള വർക്കിന്റെ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അനന്തകൃഷ്ണന്റെ വർക്ക് നമ്മൾ കമ്മിറ്റ് ചെയ്തെടുക്കുന്നു. അനന്തകൃഷ്ണൻ ആ സമയത്ത് പേയ്മെന്റ് തരുന്നുണ്ട്.
ബട്ട് ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇരു കൂട്ടർക്കും വേണ്ടിയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് 24,000 രൂപ. അതായത് ഈ കല്യാണ ആൽബം അവര് പെൺവീട്ടുകാർ വേണ്ടാന്ന് പറഞ്ഞു, അവർ സ്വീകരിച്ചില്ല. അതിനുശേഷം അനന്തകൃഷ്ണന്റെ ആൽബം വാങ്ങി. അതായത് ഈ രണ്ട് കൂട്ടർക്കും വേണ്ടി നിങ്ങൾ ഒരേ ഫോട്ടോഗ്രാഫി തന്നെയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും അല്ലേ അതിന്റെ ഗുണം ആ ആൽബത്തിൽ തന്നെ രണ്ട് കൂട്ടർക്കും കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് വീഡിയോ ആവശ്യപ്പെട്ടു. വീഡിയോ പെൺവീട്ടുകാർ വേണ്ടാന്ന് പറഞ്ഞു, അനന്തകൃഷ്ണൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ വീഡിയോ തരാൻ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് പേയ്മെന്റ് അവിടെ നിന്ന് കിട്ടാനുണ്ട്. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് അനന്തകൃഷ്ണൻ സംസാരിച്ചിട്ട് എനിക്ക് അതിന്റെ ഒരു നടപടി ഒന്ന് സ്വീകരിച്ചു പറഞ്ഞിട്ട് അതെനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് പൈസ തരാനുള്ളൂ, ഞാനത് തരും, എനിക്ക് വീഡിയോ തന്നെ. ഭീഷണിപ്പെടുത്തില്ല. പിന്നെ ഞാൻ പോലീസിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർവീസിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ വഴിക്ക് നീങ്ങും. എന്താ ചെയ്യണം? ആ സമയത്ത് പോലീസിന്റെ പരിശീലനത്തിലുള്ള ആളാണോ? അതെ, ആ സമയത്ത്. അതിനുശേഷം സർവീസിൽ ക്യാമ്പിലാണ് അനന്തകൃഷ്ണൻ അല്ലേ? അതിനുശേഷം സർവീസിൽ കയറിയതിന് ശേഷം ആള് പിന്നെ ഒന്നുകൂടി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നത്, നിന്നെ വരുത്താൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുത്താം, എന്താ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കംപ്ലൈന്റ്. അപ്പോൾ എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയില്ലായിരുന്നു. ഞാനപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കാണ് ഞാൻ സ്റ്റേഷനിലേക്ക് പോകുന്നത്. നമ്മുടെ ഭാഗത്തൊരു ന്യായമുള്ളത് കൊണ്ട് നമ്മൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് വിശദീകരണങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല, എൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാൻ തയ്യാറാകുന്നില്ല. എന്തായിരുന്നു പോലീസുകാരുടെ അപ്രോച്ച്? മുകേഷ് അവിടെ ചെല്ലുമ്പോൾ അനന്തകൃഷ്ണൻ അവിടെ ഉണ്ടോ? സ്റ്റേഷനിലുണ്ട്. അനന്തകൃഷ്ണൻ ആദ്യം ഞാനവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ അനന്തകൃഷ്ണന് അതൊന്നും തന്നെ എസ് ഐയോട് പറയേണ്ടതായിട്ടില്ല, ഓൾറെഡി എസ് ഐക്ക് എല്ലാം അറിയാം. അങ്ങനെ പരാതിയായിട്ടൊന്നും അവതരിപ്പിച്ചിട്ടില്ല അനന്തകൃഷ്ണൻ ഓൾറെഡി നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ റിട്ടേൺ പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിശദീകരണം എന്താണെന്ന് അറിയാനാണ് നമ്മൾ വിളിക്കുന്നത്. വിശദീകരണം അവർ ചോദിക്കുന്നില്ല. അത് നമ്മൾ പറയുന്നത് കേൾക്കാൻ. എന്തായിരുന്നു പോലീസുകാർ എന്താ പറഞ്ഞേ? വൈക്കം സ്റ്റേഷനിലല്ലേ? ആരാ വിളിപ്പിച്ച്? CI ആണോ? CI അല്ല, എന്നെ ഒരു പോലീസ് അവിടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് ഓഫീസിൽ കണ്ടു. ഒരു വിഷയം ബന്ധപ്പെട്ട് വന്നത് ഇവിടെ ഒരു വർക്കിന്റെ കൊടുക്കാനുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ അതെന്താ കൊടുക്കാത്തതെന്ന് PROയിൽ ഇരിക്കുന്ന ആ ഒരു ദിവസം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, പുറത്ത് വെയിറ്റ് ചെയ്യൂ. ജോർജ് എന്ന് പറയുന്നൊരു സാറാണ്, അന്ന് പേരൊന്നും എനിക്കറിയില്ല, പിന്നീടാണ് അറിഞ്ഞത്. ഒരു ASI ഉണ്ട്. അപ്പോൾ പുള്ളി വരാൻ വേണ്ടി അവിടെ അതിനിടയ്ക്ക് SI ഒക്കെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവരൊന്നും കേസ് അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു പ്രത്യേക ഒരു ഉദ്യോഗസ്ഥൻ വരാൻ വേണ്ടിയിട്ട് വന്ന് ജോർജ് എന്ന് പറയുന്ന സാറാണ്. പുള്ളിക്കാരൻ എന്നോട് ഈ കാര്യങ്ങൾ വെച്ച്, അവൻ 4,000 രൂപ തരും, നീ വീഡിയോ കൊടുക്കണം. വീഡിയോ കൊടുത്തതിന് ശേഷം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കൊടുക്കാം. അപ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞു ഇവൻ ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ 4,000 രൂപയാണോ തരാനുണ്ടായിരുന്നത്? അത് അനന്തകൃഷ്ണൻ പറയുന്നത്. ആക്ച്വലി എത്ര രൂപ കിട്ടാനുണ്ടായിരുന്നു? ശരിക്കും ആ സമയത്ത് 42,000 രൂപ അടുത്ത് എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. നമ്മൾ ആ കോമ്പൻസേഷൻ 10,000 രൂപ കുറച്ച് കൊടുത്തതിന് ശേഷം 42,000 രൂപ കുറച്ച് കൊടുത്തതിന് ശേഷം 32,000 രൂപ കിട്ടാനാണ്. നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ചെയ്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് 32,000 രൂപ തന്നെ കിട്ടണം. അല്ലാതെ അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് 4,000 രൂപ കിട്ടി കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ. 28 രൂപ ചോദിച്ചു. 28 രൂപ എനിക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പരാതി ഞാൻ നൽകിയാൽ സ്വീകരിക്കുമെന്ന് ASIയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിന്റെ പരാതി ഇവിടെ സ്വീകരിക്കില്ല, നീ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടേ കൊടുത്താൽ മതി. നീ അത് വേറൊരു തെറിയോടുകൂടിയാണ് ആള് പറഞ്ഞത്. അവിടെ പോയി ജോർജ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ. അതെ, അവിടെ പോയി പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു സാർ എന്താ ഇങ്ങനെ സംസാരിക്കണം, മര്യാദക്ക് സംസാരിക്കും സാർ. ആളത് ഇഷ്ടപ്പെട്ടില്ല, അത് ഈഗോ ഹേർട്ടായെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ തെറി പറഞ്ഞിട്ടില്ല. ഞാൻ തെറി പറഞ്ഞിട്ട് നിനക്ക് തെറി പറഞ്ഞു, ഇവിടെ CCTV ഉണ്ട്, CCTVയിൽ തെറി പറഞ്ഞതായിട്ട് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ തെറി പറഞ്ഞതായിട്ട് അതിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഇവിടെ ഇടിക്കും.